Okay, so welcome to the next lecture on number theory. So now we will continue with the GCD portion. Okay, so earlier we had stopped at this lemma on page number 12. So we'll start with this lemma. Let A equal to QB plus R, then GCD of AB is equal to GCD of BR. A is equal to QB plus R എന്നൊരു representation ഉണ്ട്. അങ്ങനെയാണെങ്കിൽ GCD of AB, എയുടെയും ബിയുടെയും GCD എന്ന് പറഞ്ഞാൽ ബിയുടെയും ആറിൻ്റെയും GCDക്ക് തുല്യമാണെന്ന് പറഞ്ഞ ഈ ബിയുടെയും ഈ ആറിൻ്റെയും GCDക്ക് തുല്യമാണെന്ന് പറഞ്ഞു. ഇവിടെ ബിയും ഇവിടെ ആറും കാണാം. ഓക്കെ, എയുടെയും ബിയുടെയും GCDക്ക് തുല്യമാണ് ആ ബിയും ആറും എന്നുള്ള GCD എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രൂഫ് നോക്കൂ. സപ്പോസ് ഡി ഇസ് ദ GCD of AB, നമുക്ക് എന്ത് കാണിക്കണം? ഡി ഇസ് ദ GCD of BR എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, so GCD of AB and D. So GCD of AB is equal to D. That means D divides A. Therefore, D divides A, D divides B. A നെയും B നെയും ഡിവൈഡ് ചെയ്യും. A നെയും B നെയും ഡിവൈഡ് ചെയ്യുമെങ്കിൽ A മൈനസ് QB നെ ഡിവൈഡ് ചെയ്യും. കാരണം എല്ലാ ലീനിയർ കോമ്പിനേഷൻ ഡിവൈഡ് ചെയ്യുമല്ലോ. A മൈനസ് QB നെ ഡിവൈഡ് ചെയ്യും. മാത്രമല്ല B നെയും ഡിവൈഡ് ചെയ്യും. നേരത്തെ A നെ ഡിവൈഡ് ചെയ്യും, B നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് A മൈനസ് QB നെയും B നെയും ഡിവൈഡ് ചെയ്യും. എന്താണ് A മൈനസ് QB? ഇവിടെ നോക്കി, എ ഈസ് ഈക്വൽ ടു QB പ്ലസ് ആർ. അപ്പോൾ എന്താണ് എ മൈനസ് QB? എ മൈനസ് QB എന്നുള്ളത് ആറാണ്. കണ്ടോ, ദിസ് മീൻസ് ഇത് ആറായത് കാരണം ദി എ മൈനസ് QB ആറാണ്. ദാറ്റ് മീൻസ് ദിസ് ഡിവൈഡ്സ് ആർ ആൻഡ് ഡിവൈഡ്സ് ബി. സോ GCD ഓഫ് AB D ആണെങ്കിൽ ആ ഡി ആറിൻ്റെയും ബിയുടെയും കോമൺ ഡിവൈസർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. സോ ഡി ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് ബോത്ത് ബി ആൻഡ് ആർ. ഇനി നമുക്ക് എന്ത് കാണിക്കണം? ബിയുടെയും ആറിൻ്റെയും വേറെ ഏതൊരു കോമൺ ഡിവൈസർ എടുത്താലും അത് ഡീനേക്കാളും വലുതാവില്ല കാണിക്കണം. ബിയുടെയും ആറിൻ്റെയും വേറെ ഏതൊരു കോമൺ ഡിവൈസർ എടുത്താലും അത് എന്താവില്ല? ഡീനേക്കാളും വലുതാവില്ല എന്ന് കാണിക്കാം. അപ്പോൾ ഡി എന്താവുള്ളൂ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആവുള്ളൂ. സോ ലെറ്റ് സി ബി എനി ആർബിട്രറി കോമൺ ഡിവൈസർ ഓഫ് ബി ആൻഡ് ആർ. ബിയുടെ ആറിൻ്റെ ഒരു ആർബിട്രറി കോമൺ ഡിവൈസർ, ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസർ ആയിക്കോട്ടെ. സി എടുക്കുക. ഉറപ്പായിട്ട് സി എന്താണ്? സി ബിയുടെയും ആറിൻ്റെയും കോമൺ ഡിവൈസർ ആണ്. സോ ബിനെ ഡിവൈഡ് ചെയ്യും, ആറിനെയും ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് QB പ്ലസ് ആറിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്താണ് QB പ്ലസ് ആർ എന്നുള്ളത്? വാട്ട് ഇസ് QB പ്ലസ് ആർ? QB പ്ലസ് ആറിനെ സി ഡിവൈഡ് ചെയ്യും. ഇവിടെ കണ്ടോ, മറ്റേ QB പ്ലസ് ആർ അത് എ ആണ്. സോ എനെ ഡിവൈഡ് ചെയ്യും. സോ ബിയുടെയും ആറിൻ്റെയും കോമൺ ഡിവൈസർ എടുത്തു. അതുകൊണ്ട് QB പ്ലസ് ആറിനെ സി ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് അത് എനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ സി എന്താണ്? ബിയുടെ ഡിവൈസറാണ്, ആറിൻ്റെ ഡിവൈസറാണ്. ഇപ്പം എയുടെയും ഡിവൈസറാന്ന് കിട്ടി. എയുടെ ഡിവൈസർ ആണെങ്കിൽ എന്ത് കിട്ടി? സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ് ബി. ഓൾറെഡി ബിനെ ഡിവൈഡ് ചെയ്ത് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എനെയും ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയില്ലേ? സി ഇസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. ഓൾറെഡി ബിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എനെയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ സി കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി ആയി. എ ആൻഡ് ബിയുടെ കോമൺ ഡിവൈസറാണ് സി അല്ലേ? പക്ഷെ ഡി ആണ് GCD ഓഫ് എ ബി. ഉറപ്പായിട്ട് സി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ഡി ആയിരിക്കണം. ശരിയല്ലേ? GCD ഓഫ് എ ബി ആണ് ഡി. അപ്പോൾ സി കോമൺ ഡിവൈസർ ഓഫ് എ ബി ആയാൽ ഉറപ്പായിട്ട് സി എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആവണം. ഗ്രേറ്റസ്റ്റ് ഡി ആണല്ലോ. ഓക്കെ, thus every other common divisor of B and R is less than or equal to D. അപ്പോൾ സി ഏതൊരു ആർബിട്രറി കോമൺ ഡിവൈസർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് വരാൻ പറ്റും? ബിയുടെയും ആറിൻ്റെയും ഏതൊരു കോമൺ ഡിവൈസർ എടുത്താലും അതെന്തായിരിക്കും? ഡീനേക്കാളും ചെറുതായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഡി ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ബി ആർ. അപ്പോൾ ഡി ബിയുടെയും ആറിൻ്റെയും ഡിവൈസറാന്ന് പറഞ്ഞു, കോമൺ ഡിവൈസറാന്ന് പറഞ്ഞു. അതിൻ്റെ ഏതൊരു കോമൺ ഡിവൈസർ എടുത്താലും അത് ഡീനേക്കാളും ചെറുതാവെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡി എന്താണ്? GCD ഓഫ് ബി ആർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? GCD ഓഫ് എ ബിന്ന് തുടങ്ങിയിട്ട് അത് GCD ഓഫ് ബി ആർ എന്ന് കിട്ടിയപ്പോൾ GCD ഓഫ് എ ബി ഇസ് ഈക്വൽ ടു GCD ഓഫ് ബി ആർ നമ്മൾ പ്രൂവ് ചെയ്ത് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ജസ്റ്റ് റിമാർക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. സോ ഫൈൻഡ് ദ GCD ഓഫ് 26 and 382 and express it as a linear combination of 26 and 382. This is very important problem. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. മനസ്സിലാക്കാനും എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല, ചെയ്യാനും എളുപ്പമാണ്. തെറ്റിക്കാതെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് നമ്പർ തരും, രണ്ടിൻ്റെയും GCD കാണാൻ പറയും. എന്നിട്ട് എന്ത് എഴുതും? ആ GCDനെ തന്ന നമ്പറുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ടും എഴുതാൻ പറയും. അതാണ് ചെയ്യാൻ പോണേ. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഉണ്ടോ, രണ്ട് നമ്പർ നോക്കി, 26 382. ഇതിൽ ഏതാ വലുത്? 382 ആണ് വലുത്. ഏതാ ചെറുത്? 26 ചെറുത്. അപ്പോൾ എന്ത് ചെയ്യും? വലുതിനെ ചെറുത് വെച്ച് ഡിവൈഡ് ചെയ്യും. സോ വിൽ ഡിവൈഡ് 382 with 26. ഓക്കെ, എന്നിട്ട് എന്ത് എഴുതാൻ? ലീനിയർ കോമ്പിനേഷൻ എഴുതും. കണ്ടോ, നോക്കിക്കോളൂ. കണ്ടോ, നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി നോക്കി? ഇങ്ങനെ കിട്ടും കേട്ടോ. 382നെ നമ്മൾ 26 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 14 ടൈംസ് നമുക്ക്
ഇവിടെ റിമൈൻഡർ 18 കിട്ടണം. 18 കുറച്ചാൽ മതി. 10 കുറച്ച് 72 കിട്ടും. 64 364 എന്ന് വരും. 26 ഇൻറ്റു 14 എന്താണ് നമുക്ക് 14 ഈ 324 കിട്ടും. ബാക്കി റിമൈൻഡർ 18 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വി ക്യാൻ റൈറ്റ് 382 ആസ് 26 ഇൻറ്റു 14 പ്ലസ് 18. അതിവിടെ എഴുതിയേക്കണം കേട്ടോ. see this expression. നമ്മൾ 318 26 വെച്ച് നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു തന്നെ 26 ഇതിൻ്റെ 14 ഇൻറ്റു കോഷ്യൻ്റ് ഇൻറ്റു കേട്ടോ. കോഷ്യൻ്റ് ഇൻറ്റു കോഷ്യൻ്റ് ആയിരുന്നു 14. കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്ന് എഴുതി. കോഷ്യൻ്റ് 14 ഇൻറ്റു 26 പ്ലസ് 18 എന്ന് എഴുതി. ഇത് നോക്കി പിന്നെ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ പറഞ്ഞ ആ തീരത്തിൻ്റെ പ്രൂഫിൽ പറഞ്ഞ പോലെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ 26നെ 18 വെച്ച് ഡിവൈഡ് ചെയ്യും. കാരണം 18 നോൺ സീറോ ആയതുകൊണ്ട് 26 ഈക്വൽ ടു 1 ഇൻറ്റു 18 പ്ലസ് 8 എന്ന് എഴുതി. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ 18നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ കോഷ്യൻ്റ് ആദ്യം എഴുതണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതിൽ കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ അങ്ങനെ തന്നെ എഴുതണം. എന്തുകൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് അത് രണ്ടാമതായിട്ടാണ് ഈ ഭാഗത്ത് വരുള്ളൂ. ആദ്യം കോഷ്യൻ്റ് മോൾ ഭാഗത്ത് വരുന്ന നമ്പർ കേട്ടോ. ഇവിടെ 18 നോൺ സീറോ ആയതുതരം 26നെ 18 വെച്ച് നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു. പിന്നെ അപ്പോൾ ഇവിടെ റിമൈൻഡർ 8 കിട്ടി. 8 സീറോ ഇല്ലാത്തവർ എന്ത് ചെയ്തു? 18നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 18 is equal to 2 into 8 plus 2 എന്ന് കിട്ടി. എഗെയിൻ 2 നോൺ സീറോ ആയതുകൊണ്ട് 8 is equal to 4 into 2 എന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ എഴുതി കണ്ടോ. നമ്മൾ എങ്ങനെയാണ് 382നെ നമ്മൾ എന്ത് ചെയ്തതിനെ 380 നമ്മൾ എന്താ ഇവിടെ ജി സി ഡി ഇപ്പോൾ ആരാ 2 ആണ് നമ്മുടെ ജി സി ഡി അല്ലേ. ലാസ്റ്റ് ഏറ്റവും അവസാനം കിട്ടി നോൺ സീറോ റിമൈൻഡർ. ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ 2നെ 382ൻ്റെയും 26ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതണം. അത് ഇവിടെ നിന്നേ എഴുതി. ഇപ്പം കണ്ടോളോട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കൂ. നമുക്കെടുത്ത് 2നെ 382ൻ്റെയും 2 is equal to നമുക്ക് എന്ത് എഴുതണം? 382 ഇൻറ്റു സംതിങ് പ്ലസ് 26 ഇൻറ്റു സംതിങ് നമുക്ക് എഴുതണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നോക്കി ഈ 2 എവിടെയാണ് വരുന്നത്? സെക്കൻഡ് ലാസ്റ്റ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ നോക്കുക. 18 is equal to 2 into 8 plus 2 അല്ലേ. ഇതിൽ 2ന് എന്താ? ഇവിടെ നമുക്ക് 2 എങ്ങനെ എഴുതാം? 2 is equal to 18 minus 2 into 8. എല്ലാ സ്റ്റെപ്പും എല്ലാ പ്രോബ്ലം ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് കേട്ടോ. ഏതാണോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ കിട്ടണേ അവിടെ നിന്ന് വേണം തുടങ്ങാൻ. തിരിച്ചെഴുതരുത് നമ്മൾ കേട്ടോ. ആയിക്കോട്ടോ. 2 is equal to ഇവിടെ നിന്നുണ്ട് 18 minus 2 into 8 എന്ന് എഴുതി കണ്ടോ. ഇനി 8 നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഈ 2 into 8 8 നമുക്ക് ഇവിടെ നിന്ന് എഴുതാമല്ലോ. 26 minus 1 into 18 എന്ന് എഴുതാമല്ലോ. കണ്ടോ. അത് ഇവിടെ നിന്ന് എഴുതും. 18 minus 2 into 26 minus 1 into 18 എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 3 into 18 മൈനസ് കണ്ടോ. വി ഗോട്ട് 3 into 18 മൈനസ് 2 into 26 എന്ന് കിട്ടി അല്ലേ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 18 ഉണ്ട്. ഇവിടെ മൈനസ് 2 into -1 പ്ലസ് 2 കിട്ടി. പ്ലസ് 2 പ്ലസ് 1 ഇപ്പോൾ എന്താ 3 into 18 കിട്ടി. മൈനസ് 2 into 26 കിട്ടി. ഇപ്പോൾ ഇനി ഇങ്ങനെ കിട്ടിയില്ല. ഇനി നോക്കി ഈ 26നെ നമ്മൾ എന്ത് എഴുതും? അല്ല നമ്മളിപ്പോൾ 18 അല്ലേ കിട്ടിയേക്കണേ. അപ്പോൾ ഇവിടെ നിന്ന് എഴുതിയല്ലേ 26 മൈനസ് 118 എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി 18ന് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്രഷൻ കിട്ടും കേട്ടോ. 18ന് ഇവിടെ നിന്ന് എക്സ്പ്രഷൻ കിട്ടും. അതാണ് നമുക്ക് അടുത്ത് തന്നെ എഴുതേണ്ടത്. ആയിക്കൊള്ളോ. അപ്പോൾ ഇവിടെ ഉണ്ടോ 3 into 18 എഴുതിയാൽ 18 എന്ത് ചെയ്തു? 382 മൈനസ് 4 into 26 എന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത് എഴുതി. നമ്മൾ ഈ എക്സ്പ്രഷൻ കണ്ടോ. ഈ ഫസ്റ്റ് എക്സ്പ്രഷനിൽ നിന്ന് 18 ഫോം എഴുതി. 382 മൈനസ് 4 into 26 നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ലാസ്റ്റ്? കണ്ടോ 2 is equal to 3 into 382 മൈനസ് 44 into 26 382ൻ്റെ 26ൻ്റെ ഇതിൻ്റെ കോമ്പിനേഷൻ ആര് എഴുതി? 2നെ എഴുതി. ദിസ് ഇസ് ഇറ്റ്. ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അടുത്ത് നോക്കൂ ജി സി ഡി ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉണ്ടോ ഈ 4369 ഓൺ സീറോ ആയത് കാരണം 6409 4369 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2040 റിമൈൻഡർ കിട്ടും. ഈ 4369 2040 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻ 289 കിട്ടും. ഈ അതൊരു നോൺ സീറോ ആയത് കാരണം 2040നെ 289 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 17 കിട്ടും. എന്നിട്ട് 289 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 17 കിട്ടും. അപ്പോൾ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ഇവിടുത്തെ ജി സി ഡി ആരാ? 17 ആണ്. നമ്മൾ എന്ത് ചെയ്യും? 17 നമ്മൾ എന്ത് എഴുതും? 17 നമുക്ക് ഈ കാണുന്ന 42823ൻ്റെയും 6409ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതണം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എവിടെ നിന്ന് തുടങ്ങുക? 17 എവിടെയാണോ കണ്ടേ അവിടെ നിന്ന് എഴുതി തുടങ്ങുക. കണ്ടോ 2040 മൈനസ് 7 into 289 ആദ്യം എഴുതി. അവിടെ എന്ത് ചെയ്യും? 289 തൊട്ട് മുന്നേ സ്റ്റെപ്പ് നമ്മൾ എന്ത് എഴുതും? റിമൈൻഡർ മാത്രം നോക്കി പോയാൽ മതി. തൊട്ട് മുന്നേ സ്റ്റെപ്പ് നമുക്ക് 4369 മൈനസ് 2 into 2040 എന്ന് എഴുതാൻ പറ്റും. കാര്യം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ.
നമുക്ക് അവിടെ എന്തുണ്ട് 2040 നമുക്ക് അവിടെ ഒരു റെപ്രസെൻറ്റ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6409 മൈനസ് കണ്ടോ 1 × 4369 എഴുതാൻ പറ്റും. അത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതും 4369 കാണാൻ പറ്റും. ഇനി അതിനെന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അതിനൊരു എന്ത് കൊടുക്കുക, സിംപ്ലിഫിക്കേഷൻ കൊടുക്കുക. സോ ലാസ്റ്റ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും കേട്ടോ. ജസ്റ്റ് ഗോ ത്രൂ. ഇനി തിയറം 2. If k is a positive number, GCD of KA, KB is equal to K into GCD of AB. ഓക്കെ, KA KB, K എയുടെയും ബിയുടെയും GCD ആണ് D എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ GCD of K into A into K into B ആണ് നമുക്ക് K into D എന്ന് എഴുതാൻ പറ്റും. K കോമൺ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന പറയുന്നത്. The proof is very simple. Just go through this. Okay, do it as an assignment or homework. ഓക്കെ, ഈ കൊറോളറിയും അതിൻ്റെ ഭാഗം ചെയ്തോളൂ. ഇറ്റ്സ് വെരി ഈസി. ഒന്നുമില്ല, സാധാരണ നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം എങ്ങനെ GCD കാണുമെന്ന് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡത്തും K കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും കോമൺ ആയിട്ടേ, കണ്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ആ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. മനസ്സിലായെങ്കിൽ പറയും, നമുക്ക് ചെയ്യാം. തിയറം 3 നോക്കും. Let A and B be integers, not both 0. For a positive integer D equal to GCD of AB if and only if D divides A and D divides B, and whenever C divides A and C divides B, then C divides D. നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ഡിവൈസറിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിൻ്റെ ഡെഫിനിഷനിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. എന്താ പറഞ്ഞത്, എയുടെയും ബിയുടെയും രണ്ട് ഇൻറ്റിജർ തരുന്നു, നോൺ സീറോ ആണെന്നോ ഏതെങ്കിലും ഒരെണ്ണം സീറോ അല്ല. ഇനി ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ഡി തന്നാലും GCD of AB ആവണമെങ്കിൽ എന്ത് വേണം, ഡി എനെയും ഡിവൈഡ് ചെയ്യണം, ബിനെയും ഡിവൈഡ് ചെയ്യണം. ഇനി വേറെ ഏതൊരു നമ്പർ എനെയും ബിനെയും ഡിവൈഡ് ചെയ്താലും അത് ഡിനെയും ഡിവൈഡ് ചെയ്യണമെന്നാണ് അവകാശപ്പെടണം. നമ്മൾ അവിടെ എന്താ പറഞ്ഞത്, സീനേക്കാളും വലുതാവരുന്ന പറയാം. ഇവിടെ എന്ത് ചെയ്യണത്, ഡീനെ ഡിവൈഡ് ചെയ്യണമെന്നാണ് പറയണത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കൂ. ലെറ്റ് D is equal to GCD of AB. GCD of AB ആണ് ഡി വിചാരിക്കുക. അപ്പോൾ ഡി എനെ ഡിവൈഡ് ചെയ്യും, ഡി ബിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു കേട്ടോ. ഡി എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ശരിയായി. സിൻസ് D equal to GCD of AB, നമുക്ക് ഇത് എഴുതാം, നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. സോ ബൈ തിയറം 1 we can write D as the linear combination of AB. So D is equal to AX plus DY നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും തിയറം നമ്പർ 1 പ്രകാരം. This one. Okay, now for some integer X and Y. Now for any integer C divides A, C A നെ ഡിവൈഡ് ചെയ്യും, B നെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞേക്കണേ. അങ്ങനത്തെ നമ്പർ ആണെങ്കിൽ C എന്ത് ചെയ്യണം, D നെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞേക്കണേ. സോ C എനെയും B നെ ഡിവൈഡ് ചെയ്യുമ്പോൾ C R ഡിവൈഡ് ചെയ്യും, AX plus BY ഡിവൈഡ് ചെയ്യും, അതുകൊണ്ട് C R ഡിവൈഡ് ചെയ്യും, D നെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. അപ്പോൾ ആദ്യം GCD ആണെന്ന് D GCD of AB ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഉണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് കേട്ടോ. D GCD of AB ആണെന്ന് അസംപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, എയും ബിയും പ്രൂവ് ചെയ്യണം. എയും ബി ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, D GCD of AB ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ കോൺവേഴ്സ്ലി നോക്കൂ, ഡി ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ സാറ്റിസ്ഫൈങ് ദ സ്റ്റേറ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഡി എനെ ഡിവൈഡ് ചെയ്യും, ഡി ബിനെ ഡിവൈഡ് ചെയ്യും, എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്ന വരെ ഏതൊരു സി എടുത്താലും അത് ഡീനെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞേക്കണം വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നുള്ള കാരണം നമ്മുടെ GCD ആവുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. സോ ദിസ് ഇസ് ഡൺ. ഓക്കെ, GCD ആണെങ്കിൽ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താ, എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നു വെച്ച് നമുക്ക് അതിന് ആ സന്തോഷമായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഏതൊരു സി എനെയും ഇനി ഏതൊരു സി എടുത്താലും എനെയും ബിനെയും ഡിവൈഡ് ചെയ്യാൻ സി എടുത്താൽ അത് എന്താണ് ഡീനേക്കാളും ചെറുതാന്ന് കാണിച്ചാൽ വി ആർ ഡൺ. സോ ഗിവൺ എനി കോമൺ ഡിവൈസർ C of A and B, സി ഡീനെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞേക്കണേ. ഓക്കെ, ഡീനെ ഡിവൈഡ് ചെയ്യുന്ന ഉറപ്പായിട്ട് ആ നമ്പർ എന്താവണം ഡീനേക്കാളും ചെറുതാവണമല്ലോ അല്ലേ. ഡീനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു D. Therefore D is the greatest common divisor. So this is it. ഓക്കെ, ഇതോടെ നമ്മൾ എന്ത് ചെയ്തു, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD എന്നുള്ള ഭാഗം അവസാനിപ്പിച്ചു. ഓക്കെ, സോ ഹാവ് എ ഗുഡ് ഡേ. നന്നായി ക്ലാസ് കേൾക്കുക. സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക. 2-3 തവണ കേട്ടോളൂ കേട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.